ബി.ജെ.പി. സഖ്യം ബീഹാറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. അതിനിടയിൽ രാഹുൽ ഗാന്ധിയെ വീണ്ടും കാണാനില്ല, അല്ലേ? ഇതിപ്പം ഇന്ത്യ മുന്നണി അല്ലേ, മഹാസഖ്യം, ഇത് തകർന്നടിഞ്ഞു വീണു എന്നുള്ളതാണ്. വളരെ ദയനീയമായ തരത്തിലുള്ള തോൽവിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇതെന്തായാലും ബി.ജെ.പിക്ക് ഒരു ചൂണ്ടുപലക ആണ്, വിജയത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. കാരണം ഇനിയും 26 തുടക്കത്തിൽ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടേക്ക് കൂടി ഇതുപോലെയുള്ള ഒരു തരംഗം ഉണ്ടാകും എന്നുള്ളതാണ്. ബംഗാള്, ആസാം, തമിഴ്നാട്, കേരളം, പോണ്ടിച്ചേരി, ഇതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ നോട്ടമിടുന്നതാണ് കേരളം, ബംഗാള് ഒക്കെ തന്നെ. കാരണം ബംഗാള് ഇപ്പോൾ തൃണമൂലും ഒപ്പം നിൽക്കുന്നത് ബി.ജെ.പിയുമാണ്. അവിടെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിവിടെ ബീഹാറിന് എനിക്ക് തോന്നുന്നു ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ഇനി വലിയ ഉയർച്ച ഉണ്ടാവും. കാരണം കേന്ദ്രത്തിൽ NDA സഖ്യത്തിൽ നിൽക്കുന്നു. ഇവിടെ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. നിതീഷ് കുമാർ അനാരോഗ്യമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയതാണ്. കേന്ദ്രത്തിനെതിരെ വോട്ട് ചോരി ഒക്കെയായിട്ട് രാഹുൽ ഗാന്ധിയൊക്കെ ഇറങ്ങി. പക്ഷേ എങ്ങും ഒന്നും ഏശിയില്ല എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെപ്പോലെ നിലവാരത്തിലേക്ക് വരാനായിട്ട് ബീഹാറിന് കൊണ്ടുവന്നു. അതാണ് ഈ നിതീഷ് കുമാറിൻ്റെയൊക്കെ നേട്ടം എന്ന് പറയുന്നത്. ഇപ്പം 10,000 രൂപ വെച്ച് കൊടുത്തു എന്നുള്ളതിനപ്പുറം വൈദ്യുതി എത്തിച്ചു. അത് വളരെ ശോചനീയമായിട്ട് കിടന്ന ഒരിടമായിരുന്നു ബീഹാർ സംസ്ഥാനം. എല്ലായിടത്തും വൈദ്യുതിയൊന്നും എത്തിയില്ല. നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം വെച്ച് നമ്മൾ പറയും എല്ലായിടവും വൈദ്യുതീകരിച്ചിട്ടുള്ളതാണ്. ബീഹാറിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അവിടെ സർവകലാശാലയുടെ അടുക്കൽ മാത്രം വൈദ്യുതിയുണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിലാണ്, വൈദ്യുതി ഇല്ല, അങ്ങോട്ടേക്ക് ലൈൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിടന്ന ഇടമാണ്. ഇതിനകത്ത് നിതീഷ് കുമാർ വലിയ ഒരു ജാഗ്രത കാണിച്ച് വൈദ്യുതീകരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടതായ ചാരായ നിരോധനം, അതുപോലെ തന്നെ പിന്നെ ഈ ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. 2014 മോദി സർക്കാർ വന്ന സമയത്ത് അതിനെ പരിഹസിക്കുകയുണ്ടായല്ലോ പലരും. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ ബീഹാർ പോലുള്ള സംസ്ഥാനത്തെയാണ്. അവരവിടെ അതിൽ നിന്നൊക്കെ ശൗചാലയം ഒക്കെ ഉണ്ടാകുന്നു. അപ്പം ജനങ്ങളുടെ ജീവിതത്തിന് ഒരു തലമങ്ങ് മാറി. അതാണ് ഇവർ വീണ്ടും പ്രത്യേകിച്ച് ബി.ജെ.പിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നിതീഷ് കുമാർ സഖ്യം അത് സംസ്ഥാനത്തിന് ഇനി നേട്ടമുണ്ടാക്കും എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ബി.ജെ.പി. സർക്കാർ വികസനത്തിൻ്റെ നമ്മുടെ രാഹുൽ ഗാന്ധി ബീഹാറിൽ എത്തിയിരുന്നു. അദ്ദേഹം ഭാരത് ജോഡോയ്ക്ക് സമാനമായ ഈ വോട്ടധികാർ യാത്ര നടത്തി. പക്ഷെ എന്നിട്ടും നടന്നത് വെറുതെ ആയില്ലേ? ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ സഖ്യത്തിൽ നിന്ന് പലരും കോൺഗ്രസിനെ ചിലപ്പോൾ മിക്കവാറും അവരങ്ങ് ഈ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് കാണത്തില്ല. ഇപ്പം പ്രധാനമായിട്ടുള്ള അരവിന്ദ് കേജ്രിവാൾ അവരങ്ങ് പോയി. പിന്നീട് തൃണമൂലും മാറി നിൽക്കുകയാണ്. ഇവിടുത്തെ ഈ റിസൾട്ടിൽ നിന്ന് ഇവർക്ക് വലിയ തിരിച്ചടി രാജ്യത്ത് പല ഭാഗങ്ങളിലും ഉണ്ടാകും. ഇനി ഇത് കേരളത്തിലെ തരത്തിലേക്ക് വരുമെന്നുള്ളതാണ് അറിയേണ്ടത്. കേരളത്തിൽ പിന്നെ UDF ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊരു ഭരണവിരുദ്ധം ആയിട്ടുള്ളത് നിൽക്കുന്നുണ്ട്. പിന്നെ അതിശക്തമായ ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ കൂടി CPM-കാർ നേട്ടം ഉണ്ടാക്കി കൊണ്ടുപോകുന്നുള്ളതാണ്. പക്ഷേ ബീഹാറിൽ നിന്നുണ്ടാകുന്ന കാറ്റ് ഇവിടെ കേരളത്തിൽ ഇത് പ്രതിഫലിക്കുമെന്നുള്ളതാണ്. ബി.ജെ.പിക്കൊരു അനുകൂല സാഹചര്യമാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ടേക്ക് കാണിക്കാൻ തുടങ്ങും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്രദേശങ്ങളിൽ പഞ്ചായത്തുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊക്കെ പ്രാദേശിക സംഭവങ്ങളും വ്യക്തിഗത വോട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള കോർപ്പറേഷനുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ ബി.ജെ.പിക്ക് ഈ നേട്ടമുണ്ടാകും. അത് ഈ റിസൾട്ട് ഒരു വലിയ ഘടകമായിരിക്കും. കാരണം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട് ഇവർക്ക്, കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് നിലം തൊടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു.
ഇപ്പം ബീഹാറിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വലിയ വിദഗ്ധ ഉപദേശം നൽകിയ പ്രശാന്ത് കിഷോർ അല്ലേ, ബീഹാറിൽ എന്തായി? ഒരു സീറ്റ് പോലും നേടാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബീഹാറിൽ ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് ഈ നിതീഷ് കുമാർ BJPയുടെ ആ ഒരു കൂട്ടുകെട്ടാണ്. അവർക്ക് കിട്ടുന്ന വികസനം അവർക്ക് കിട്ടുന്നു. സ്ത്രീകളുടെ വോട്ട് വളരെ കൂടുതലാണല്ലോ കേരളത്തിൽ. ഇപ്പോൾ സ്ത്രീകളുടെ വോട്ട് വളരെ കൂടുതലാണ്. സ്ത്രീകളുടെ വോട്ട് എന്തുകൊണ്ട് അവിടെ അവർ മുഖ്യധാരയിലേക്ക് മാറി എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇനി ഇത് കിട്ടും. ഈ വികസനം ഇനിയും വരുന്ന അവസരത്തിൽ ഇവർക്കൊരു വലിയ വളർച്ച ഉണ്ടാകും ബീഹാറിന്. അതിവർ മുന്നിൽ കാണുന്നുണ്ട്. കാരണം രാജ്യമൊട്ടാകെ തന്നെ കോൺഗ്രസ്സിന് നിൽക്കക്കള്ളിയില്ലാകുന്ന ഒരവസ്ഥ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസനമൊക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബീഹാറിലുള്ളവരും ഒക്കെ തന്നെ. അപ്പോൾ ആ വികസനം അങ്ങോട്ടേക്ക് കൂടി. ഇപ്പം നമ്മുടെ ഇവിടെ വന്ന് അതിഥി തൊഴിലാളികളായി ജോലി ചെയ്യുന്നവർ ബംഗാളികൾ, നമ്മളവരെയെല്ലാം ബംഗാളി എന്നാണ് പറയുന്നത്. ബംഗാളികൾ മാത്രമല്ല, ബീഹാറികളായിട്ടുള്ള ധാരാളം പേരുണ്ട്. എന്തുകൊണ്ട് അവരിവിടേക്ക് വന്നു? അവരുടെ ജീവിത നിലവാരം അത്രയ്ക്ക് താഴേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ്. ഇനി അവർക്കൊക്കെ തിരികെ പോകാവുന്ന നാട്ടിൽ അവർക്ക് നല്ല തൊഴിൽ സാധ്യതയും അവരുടെ ഇൻഡസ്ട്രി ഒക്കെ അങ്ങോട്ടേക്ക് വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ ഒരു വലിയ തിരിച്ചടി കോൺഗ്രസ്സിന് ഉണ്ടാകും. ഇനി ഇത് കേരളത്തിൽ ഇവർക്ക് പിടിച്ചു നിന്നാൽ നന്നായിരിക്കും. അതിന് ഏത് തന്ത്രം ഇവർ ഉപയോഗിക്കും എന്നറിയത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള MP-മാരൊക്കെ ഇനിയിപ്പോൾ കേന്ദ്രത്തിലെ പണി മതിയാക്കി ഇനി പോരും. കാരണം അവിടെ നിന്നിട്ട് യാതൊരു രക്ഷയുമില്ല എന്ന് കൃത്യമായി. പിന്നെ ഇതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ സംഭവിക്കാൻ പോകുന്നു. കോൺഗ്രസ്സിനകത്തൊക്കെ ഒരുപാട് ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ഈ ചാഞ്ചാട്ടം ഇനിയിപ്പോൾ ശക്തമാകും BJPയിലേക്ക് മാറാനുള്ളത്. അത് കേരളത്തിൽ അത് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൂടെ കഴിയുമ്പോൾ ഇവിടെ അത് ശക്തമാവുകയും ചെയ്യും. കാരണം തദ്ദേശത്തിൽ എത്രത്തോളം സ്ഥാനം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ UDF ആണോ LDF ആണോ വരുന്നതെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ എല്ലാം രണ്ട് മുന്നണികളിൽ നിന്നും BJPയിലേക്ക് ഒരു ഒഴുക്കുണ്ടാകുമെന്നുള്ളതാണ്. അപ്പം പക്ഷെ നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ തുടക്കം പരിശോധിച്ചാൽ ഇപ്പോൾ ചിത്രത്തിലുള്ളത് BJPയും LDFും ആണല്ലോ. കോൺഗ്രസിനെ കുറിച്ച് അവരുടെ ഈ ശബരിനാഥ് തിരുവനന്തപുരം വെച്ചുള്ള ഒരു ചർച്ച മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അല്ലാതെ ഒന്നുമില്ല. കാരണം മുരളീധരൻ ഇവിടെ നയിക്കുന്നത് കൊണ്ട് അതിന് വേറൊരു ലെവലാണ്. ഇപ്പൊ പലർക്കും സംശയം അതാണ്, മുരളീധരനെ ഇറക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നരേന്ദ്രമോദിയെ ഇവരിനി മുന്നിൽ നിർത്തും BJP. അത് RSSും അങ്ങനെ തയ്യാറാകും. ഇപ്പോൾ പലരുടെയും ചോദ്യം ഇതായിരുന്നല്ലോ, 75ാമത്തെ വയസ്സിൽ മോദി വിരമിക്കും എവിടെ അല്ലേ? അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്ത് ആർക്കും ഇടപെടേണ്ട കാര്യമില്ല. മോദി 29ലോ പിന്നീട് അത് കഴിഞ്ഞ് 36ലോ ഒക്കെ അവർക്ക് തീർച്ചപ്പെടുത്താം. അപ്പോൾ ഇതിനകത്ത് 75ൽ വിരമിക്കാൻ വേണ്ടി അപ്പം മോദിയാണ് ഇവരുടെയൊക്കെ ഒരു പ്രധാന ശത്രുവായിട്ട്, എതിരാളിയായിട്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരമാകും എന്നാണ് അവർക്ക് മോദി മാറിക്കഴിഞ്ഞാൽ. പക്ഷേ എന്തായാലും ഇവർക്കൊരു കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഏത് തരത്തിൽ ഇന്ത്യ മുന്നണി ഇവിടെ ഇന്ത്യയിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് അറിയേണ്ട കാര്യം. കാരണം തൊട്ട് പിന്നാലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ബംഗാളിലും ആസാമിലും പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഇവരെങ്ങനെ ശക്തിപ്പെടും? രാഹുൽ ഗാന്ധിയെ അറിയാമല്ലോ, 2019 പരാജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടിയ ആളാണ്. ഇനി ഇതൊന്നും വയ്യ നോക്കാനെന്നും പറഞ്ഞു. കാരണം 2019 വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം 14 BJP അധികാരത്തിൽ വന്ന് വീണ്ടും അത് മാറും, തിരിഞ്ഞു വരുമെന്ന് കണക്ക് കൂട്ടി. അത് നടന്നില്ല. അപ്പോൾ 19 ഈ പ്രതീക്ഷ അങ്ങ് പോവുകയും ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി വളരെ നിരാശനായി. ഇപ്പോൾ ആ നിരാശ ഒന്നുകൂടെ 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഏത് തരത്തിൽ പോകുമെന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാവി തീർന്നു എന്ന് പറയാം. ബീഹാറിലൂടെ രാജ്യത്ത് പുതിയ ചില ചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.